ഗുഡ് മോർണിംഗ്. സൺഡേ ടെക് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെയും ഇന്നും കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഉഷ്ണതരംഗത്തിൻ്റെ ആ ഒരു ഓറഞ്ച് അലേർട്ട് വന്നിട്ടുണ്ട്. ഓറഞ്ചോ റെഡോ അലേർട്ട് വന്നിട്ടുണ്ട്. അതായത് വെയിലത്ത് ഇറങ്ങാതിരിക്കുക, ഇനി ഇറങ്ങുന്നുണ്ടെങ്കിൽ കാലിൽ ചെരുപ്പിടുക, തലയുടെ മുകളിലൊരു കുട കരുതുക, അങ്ങനെയുള്ള ഒരു പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുക. ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളുന്നത് പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക. ഓക്കെ, എന്തായാലും ഒരു 2 മാസം കൂടിയും, അതായത് ജൂൺ കഴിയുന്ന വരെ സഹിച്ചേ പറ്റുള്ളൂ. മഴ അപ്പോഴേ വരൂ. ഇനി മഴ എപ്പോഴാണ് വരിക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും. ഇനി എല്ലാവരും ഓട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനും ചെയ്തു. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. സോ നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷനാണ് ഇവിടെ തൃശ്ശൂർ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലോട്ട് കിടക്കാം. അതിന് മുന്നേ OnePlus ഫോണുകൾ ഇന്ത്യയിൽ ബാൻ ചെയ്ത വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? പല വീഡിയോസും വരുന്നുണ്ട് അതിനെക്കുറിച്ച്. ഈ വീഡിയോസ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിലൊരു തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം OnePlus ഫോണുകൾ ഇന്ത്യയിൽ നിരോധിക്കുക അല്ലെങ്കിൽ ബാൻ ചെയ്യുക അങ്ങനെയുള്ളൊരു സംഭവം ഇല്ല. അതായത് നന്ദിലത്ത്, മൈജി പോലുള്ള റീറ്റെയിലേഴ്സ് ഉണ്ടല്ലോ, അവർ ഇതുപോലെ OnePlusൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ഫോൺ വാങ്ങിയിട്ട് അവർ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിനൊരു മാർജിൻ കിട്ടുന്നുണ്ട്, ഒരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ആ പ്രോഫിറ്റ് പോരാ എന്നുള്ളതാണ് ഈ ഒരു റീറ്റെയിലേഴ്സിൻ്റെ വാദം. പക്ഷേ ഇത്ര തരുള്ളൂ എന്നുള്ളതാണ് OnePlus പറയുന്നത്. എന്നാൽ പിന്നെ ഇനി ഞങ്ങൾ OnePlus ഫോണുകൾ ഇന്ത്യയിൽ വിൽക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ അവരും എത്തി. സോ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അതല്ലാതെ OnePlusൻ്റെ സർവീസ് സെൻറ്ററോ അല്ലെങ്കിൽ OnePlus കംപ്ലീറ്റ്ലി ബാൻ ചെയ്യുക അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊന്നുമല്ല. മെയ് 1 മുതലാണ് ഇനി കിട്ടില്ല എന്ന് പറയുന്നത്. അതിന് മുന്നായിട്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ചർച്ചകളൊക്കെ പല രീതിക്കും നടക്കുന്നുണ്ട്. എനിവേ, ഇത്തരത്തിൽ തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, പലരും വിശ്വസിക്കുന്നുണ്ട് നിങ്ങളെ. ഓക്കെ, ഞാനും പല വീഡിയോസും കണ്ടപ്പോൾ സത്യത്തിൽ ഇത് നിരോധിച്ചോ അല്ലെങ്കിൽ ബാൻ ചെയ്തോ എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തി ഞാനും. എനിവേ, ഇതാണ് സത്യാവസ്ഥ. OnePlus ബാൻ ചെയ്യുകയല്ല, ഒരു കൂട്ടം ആളുകൾ ഇനി ആ ഒരു ഫോൺ വിൽക്കുന്നില്ല, അത്രമാത്രം. ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളാണെങ്കിലും OnePlusൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ സ്റ്റോറിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. iOS 17.4.1ൻ്റെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അത് ചെയ്തവർക്ക് പലർക്കും ബാറ്ററിയുടെ ഹെൽത്ത് ഡ്രാസ്റ്റിക് ആയിട്ട് കുറയുന്ന ഒരു ഇഷ്യൂ പറയുന്നുണ്ട്. അതുകൂടാതെ ഹീറ്റിംഗ് ഇഷ്യൂ പോലുള്ള കാര്യങ്ങളും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾ ഐഫോൺ യൂസർ ആണെന്നുണ്ടെങ്കിൽ 17.4.1ൻ്റെ ആ ഒരു അപ്ഡേഷൻ ഒന്ന് സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതൊന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം അടുത്ത അപ്ഡേഷൻ ചെയ്താൽ മതി. ഞാൻ എൻ്റെ iPhone 13 Pro Maxൽ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ ബാറ്ററി ഹെൽത്ത് ഓൾറെഡി 80% അടുത്തെത്തിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാനത് നോക്കണില്ല. എനിക്ക് നിലവിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ 2 ദിവസമായിട്ടുള്ള ചെയ്തിട്ട് ഇതുവരെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. വളരെയധികം ആഘോഷത്തോടു കൂടിയിട്ട് ആപ്പിൾ പുറത്തിറക്കിയ വിഷൻ പ്രോ എന്ന് പറയുന്ന ആ ഒരു VR ഹെഡ്സെറ്റിൻ്റെ പ്രൊഡക്ഷൻ ഗണ്യമായിട്ട് ആപ്പിൾ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. കാരണം ഡിമാൻഡ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. ആവശ്യക്കാർ അതിനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രൊഡക്ഷനും കുറച്ചിട്ടുണ്ട്. കാരണം 3 ലക്ഷം രൂപ അല്ലെങ്കിൽ അത്രയും വലിയൊരു പൈസ കൊടുത്തുകൊണ്ട് വാങ്ങുക എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആളുകൾ തന്നെ അത് വാങ്ങുള്ളൂ. അതെല്ലാവർക്കും സാധാരണക്കാർക്കും കൂടി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റിൽ അത് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ അത് സക്സസ് ആവും. അത് കൂടാതെ ഈ ഒരു വിഷൻ പ്രോ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് ഒരുപാട് പോരായ്മകളുണ്ട്. എനിവേ, ആപ്പിളിന് ഇപ്പോൾ മൊത്തത്തിൽ കണ്ടകശനിയാണ്. അടുത്ത മാസം 7 ആപ്പിളിൻ്റെ ഒരു ഇവൻറ്റ് സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതായത് മെയിൻലി നമുക്ക് ഈ ഒരു ഇവൻറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നത് പുതിയ ഐപാഡുകളാണ്. ഐപാഡ് എയർ സീരീസും പ്രോ സീരീസും അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ആ ഒരു ഇവൻറ്റിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ആപ്പിൾ പെൻസിലിൻ്റെ 3rd ജനറേഷനും ആ ഒരു ഇവൻറ്റിൽ വരുമെന്നാണ് പറയപ്പെടുന്നത്. എനിവേ, 7 സോ നല്ല ടാബ്ലറ്റ് കാര്യങ്ങളെല്ലാം എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം കഴിഞ്ഞ വർഷത്തെ പ്രൊഡക്റ്റുകളുടെ അതേ പ്രൈസ് റേഞ്ചിൽ തന്നെ ആയിരിക്കും M3 വെച്ചുകൊണ്ട് വരുന്നത്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റാണ് M3 എന്ന് പറയുന്നത്. സോ ആ ഒരു പ്രൊസസ്സർ വെച്ച് വരുന്ന ടാബ്ലറ്റുകൾ നമുക്ക് 7 മുതൽ അവൈലബിൾ ആയിരിക്കും. ഇനി വരാനിരിക്കുന്ന ഗാലക്സി വാച്ച് 7ൽ ബ്ലഡ് ഷുഗർ കൂടി ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും എന്നൊരു റൂമർ വരുന്നുണ്ട്. സോ ബ്ലഡ് ഷുഗർ മോണിറ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ഇത് ഏത് പ്രൈസ് റേഞ്ചിൽ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും. സാംസങ്ങിൻ്റെ മുൻ മോഡലുകളായ S20 സീരീസ്, S21 സീരീസ്, S22 സീരീസ്, അതുകൂടാതെ നോട്ട് 20 അൾട്ര, നോർമൽ നോട്ട് 20 ഈ ഫോണുകളിലെല്ലാത്തിലും സോഫ്റ്റ്വെയർ അപ്ഡേഷന് ശേഷം പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഗ്രീൻ ലൈൻ വരുന്ന ഒരു ഇഷ്യൂ വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ സാംസങ് അതിനൊരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫോൺ 3 വർഷത്തിനുള്ളിൽ പഴക്കമുള്ളതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് മാറ്റിത്തരും എന്ന് വരെ ഏപ്രിൽ 30 വരെ, അതായത് 2 ദിവസം കൂടിയേ സമയമുള്ളൂ.
പലരും കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ സ്റ്റോക്കില്ല, സംഭവം അവരിങ്ങനെ ഒരു സർക്കുലർ വന്നത് അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സർവീസ് സെൻറ്ററിൽ നിന്ന് പറയുന്നത്. സോ പരമാവധി അവിടെ ചെല്ലുക, അവരെ ഫോഴ്സ്ഫുള്ളി ഇത് ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ കിട്ടാൻ വേണ്ടി തന്നെ ശ്രമിക്കുക. പിന്നെ അതിൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി S21 FE എന്ന് പറയുന്ന മോഡൽ, അത് FE സീരീസുകൾക്ക് ഇത്തരത്തിൽ ഫ്രീ റീപ്ലേസ്മെൻറ്റ് ഇല്ല എന്നും സാംസങ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് സാംസങ്ങിനോടാണ് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് അവരും പൈസ കൊടുത്തിട്ട് തന്നെയല്ലേ ഈ ഒരു ഫോണും എടുത്തിട്ടുള്ളത്? ഇത്തരത്തിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു മിസ്റ്റേക്ക് കൊണ്ട് ഫോൺ ഡാമേജ് ആയി കഴിഞ്ഞാൽ അത് വാറണ്ടി ആണെങ്കിലും അല്ലെങ്കിലും അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിനൊരു കാറ്റഗറി ഓഫ് ഫോണുകൾ മാറ്റുക, അതിനൊരു ടൈം പീരീഡ് വെക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ്. ഞാൻ ഈ ഒരു സമയത്ത് OnePlus ചെയ്ത ആ ഒരു വലിയൊരു കാര്യം ഓർത്തെടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം അവരുടെ ഫോണുകളിൽ ഇത്തരത്തിലൊരു ഇഷ്യൂ വന്നപ്പോൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് അതിന് ടൈം പീരീഡോ ഡ്യൂറേഷനോ ഒന്നും നോക്കണ്ട, ഗ്രീൻ ലൈൻ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ അത് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കൊണ്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിസ്പ്ലേ ലൈഫ് ടൈം വാറണ്ടി കിട്ടുന്നതാണ്. ഇനി അഥവാ ആ ഒരു ഡിസ്പ്ലേ സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ തന്നെ ആ ഒരു ഫോൺ എടുത്തിട്ട്, അതായത് പുതിയ ഫോൺ എടുക്കുമ്പോൾ മാക്സിമം ഡിസ്കൗണ്ടിൽ നമുക്ക് കിട്ടും. സോ സാംസങ് പോലെ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോണുകൾ വിൽക്കുന്ന ഒരു കമ്പനിക്ക് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സൊല്യൂഷൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എനിവേ നിങ്ങൾ ഈ പറയുന്ന മോഡലുകളാണ് ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ ഫോണിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബില്ല് കൂടെ ഒന്ന് തപ്പിയെടുക്കുക, ഓടിപ്പോവുക സാംസങ്ങിൻ്റെ സർവീസ് സെൻറ്ററിൽ, അവിടെ ഇരിക്കുക, റീപ്ലേസ് ചെയ്തതിന് ശേഷം മാത്രം പോന്നാൽ മതി. അതല്ലാതെ ഇത് നടപടിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാംസങ്ങിൻ്റെ നെക്സ്റ്റ് അൺപാക്ക്ഡ് ഇവൻറ്റ് ഒരു പക്ഷേ ജൂലൈ 10 നടന്നേക്കാം എന്നൊരു റൂമർ വരുന്നുണ്ട്. ഈ ഒരു ഇവൻറ്റിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഫോൾഡ് 6, അതേപോലെ ഫ്ലിപ്പ് 6, പിന്നെ സാംസങ് ഗാലക്സി റിങ്, ഇത്രയും പ്രൊഡക്റ്റുകളാണ് ആ ഒരു ഇവൻറ്റിൽ പ്രതീക്ഷിക്കാനായിട്ടുള്ളത്. സോ എന്തായാലും ജൂലൈയോട് കൂടിയിട്ട് ഉണ്ടാകും എന്നുള്ളത് മൊത്തത്തിൽ കൺഫേംഡ് ആണ്. അതിപ്പോൾ ജൂലൈ 10 ഫിക്സ് ചെയ്യാൻ പോവുകയാണെന്നുള്ള മൊത്തത്തിലൊരു വാർത്ത വരുന്നുണ്ട്. സോ നിങ്ങൾ ഫോൾഡ് ഫ്ലിപ്പ് സീരീസുകൾ കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജൂലൈ 10 വിവരം അറിയാനായിട്ട് സാധിക്കും. മീൻസ് ജൂലൈ 10 ആ ഒരു ഇവന്റ് നടക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ക്വാൽകോമിന്റെ ഏറ്റവും പവർഫുൾ ആൻഡ് അഡ്വാൻസ്ഡ് ചിപ്സെറ്റായ 8 Gen 4 ലോഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം ഒക്ടോബർ മാസത്തിലാണ്. ഷവോമി 15 സീരീസുകളായിരിക്കും ഈ ഒരു ചിപ്സെറ്റ് വെച്ചിട്ട് വരുന്ന ആദ്യ ഫോണുകൾ എന്നും ഒരു റൂമർ വരുന്നുണ്ട്. അതിൻ്റെ പിന്നാലെ വിവോ X സീരീസ്, OnePlusന്റെ 13 സീരീസുകളൊക്കെ ഈ ഒരു 8 Gen 4 വെച്ചിട്ട് വരും. സോ ഷവോമി 15 ആണ് ആദ്യം ഈ ഒരു 8 Gen 4 വെച്ച് വരുന്ന ഫോൺ ആകാനുള്ള ഒരു ചാൻസ് എന്നൊരു വാർത്ത പരക്കുന്നുണ്ട്. ഇൻഫിനിക്സ് GT20 Pro എന്ന് പറയുന്ന ഫോണുകളുടെ ഇമേജുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഗെയിമിംഗ് സീരീസ് ഫോണുകളാണ്. ഏകദേശം 23,000 രൂപയ്ക്കാണ് ഇന്ത്യയിൽ ഈ ഒരു ഫോണുകൾ വിൽക്കാനായിട്ട് പോകുന്നത് എന്നാണ് ഇപ്പോഴത്തേക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഡിമെൻസിറ്റി 8200 അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള, അതായത് 4 നാനോമീറ്ററിലാണ് ഈ ഒരു ആർക്കിടെക്ചറിലാണ് ഈ ഒരു പ്രോസസ്സർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ നല്ല പവർഫുൾ ആയിട്ടുള്ള ഗെയിമിംഗ് ഫോണുകൾ ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് മെയ് മാസത്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഏകദേശം 20,000 രൂപയ്ക്ക് മുകളിൽ 25,000 രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഐക്യൂവിൻ്റെ സൈഡിൽ നിന്ന് ചൈനയിൽ ലോഞ്ച് ചെയ്ത വാച്ചാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി വിവോ വാച്ച് 3 എന്ന് പറയുന്ന മോഡലിൻ്റെ IQ റീബ്രാൻഡഡ് വേർഷനാണ്. ഇത് ഇന്ത്യയിലോട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും വിവോ വാച്ച് 3 ഇന്ത്യയിലോട്ട് വന്നിരുന്നില്ല. ഇനി 2 വേരിയൻറ്റിലാണ് ഇത് വരുന്നത്. ഒന്ന് eSIM വേരിയൻറ്റും അതുകൂടാതെ നോർമൽ GPS വേരിയൻ്റാണ് വരുന്നത്. സോ ഇന്ത്യയിലോട്ട് വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം. ഇന്ത്യൻ കമ്പനി ആയിട്ടുള്ള ലാവ 2 സ്മാർട്ട് വാച്ചുകൾ കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയിട്ടുണ്ട്. പ്രോ വാച്ച് ZN അതുകൂടാതെ പ്രോ വാച്ച് VN എന്ന് പറയുന്ന 2 മോഡലുകളാണ്. ഇതിൽ ഈ ഒരു ZN ആണ് ഇച്ചിരി വില കൂടിയത്. അവിടെ നമുക്ക് റൗണ്ട് ഡയലാണ് വരുന്നത്. അതുകൂടാതെ AMOLED ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇത് 2 വേരിയൻറ്റിൽ വരുന്നുണ്ട്, അതായത് മെറ്റൽ സ്ട്രാപ്പും അതുകൂടാതെ സിലിക്കൺ സ്ട്രാപ്പും, ഇങ്ങനെ 2 വേരിയൻറ്റിൽ വരുന്നുണ്ട്. സിലിക്കൺ സ്ട്രാപ്പിന് 2600 രൂപയ്ക്കാണ് ഇപ്പോൾ വിൽക്കുന്നത്. അതുകൂടാതെ മെറ്റൽ സ്ട്രാപ്പിന് 3000 രൂപയ്ക്കാണ് ഇപ്പോൾ വിൽക്കുന്നതെന്ന് എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നോർമൽ പ്രൈസ് 5000 രൂപ ആ ഒരു റേഞ്ചിലാണ്. ലോഞ്ചിങ് ഓഫർ ആയിട്ടാണ് 50% ഓഫൊക്കെ കൊടുക്കുന്നതെന്നുള്ളൊരു വാർത്ത കണ്ടു. സോ ഇനി കൂടുമോ കുറയുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇനി മറ്റേ വേരിയൻ്റ് ആയിട്ടുള്ള VN പ്രോ വാച്ച് VN കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ക്വയർ ഡിസൈനാണ്. 2000 രൂപയ്ക്കാണ് ആ ഒരു വാച്ചിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ കേട്ടോ. അതും 4000 രൂപയ്ക്കാണ് നോർമലി വിൽക്കാനായിട്ട് പോകുന്നത്. സോ അങ്ങനെ 2 വാച്ചുകൾ ലാവയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏപ്രിൽ 29 നത്തിങ് ഫോൺ 2യുടെ പുതിയ ഒരു എഡിഷൻ വരുന്നുണ്ട്. മിക്കവാറും പുതിയൊരു കളറായിരിക്കും, ഇത്തരത്തിലുള്ള ബ്ലൂ കളർ വേരിയൻ്റ് ആയിരിക്കും വരാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാണുമ്പോൾ നല്ല രസമുണ്ട്, ബ്ലൂ നല്ല രസമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. സോ ഇതൊക്കെ ആദ്യം ഇറക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു ഹിൻ്റെങ്കിലും പുതിയൊരു വേരിയൻറ്റ് വരുന്നുണ്ട് എന്നുള്ളത് നത്തിങ് തരേണ്ടതായിരുന്നു.
എനിവേ നത്തിങ് 2 എടുക്കുന്നവർക്ക് ഈ ഒരു വേരിയൻ്റ് കൂടി കൺസിഡർ ചെയ്യാം. പ്രൈസിലോ മറ്റു കാര്യങ്ങളോ ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല. ഇൻറ്റേർണൽ സ്പെക്ക് കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. ഈ ഒരു കളർ മാത്രം ബ്ലൂ ആയിരിക്കും. അല്ലെങ്കിൽ വേറെയും കളറുകൾ ഉണ്ടോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. നത്തിങ് ഫോണിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നത്തിങ് OS 2.5.5 ആഡ് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷനും കൂടി നത്തിങ് ഫോൺ 2A കിട്ടിയിട്ടുണ്ട്. സോ ഞാനത് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസമേ ആയിട്ടുള്ളൂ ചെയ്തിട്ട്. വരും ദിവസങ്ങളിൽ ഈ ഒരു നത്തിങ് ഫോൺ 2A ഒരു ലോങ് ടൈം റിവ്യൂ അല്ലെങ്കിൽ ഒരു 1.5 മാസത്തെ എൻ്റെ യൂസർ എക്സ്പീരിയൻസിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു ഫോണിനെ കുറിച്ച് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് ചോദിക്കാം. സോ ഞാൻ ആ ഒരു കാര്യങ്ങൾ കൂടി ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യാം. ഓപ്പോ K12 എന്ന് പറയുന്ന ഒരു ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഫോണിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോസ് ഇവിടെ കാണാം. ഒരു മാറ്റവും. നമ്മുടെ നോഡ് CE4 ഉണ്ടല്ലോ OnePlusൻ്റെ, അതെങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ റീനെയിംഡ് പേര് മാറ്റി OnePlus എന്നുള്ളിടത്ത് ഓപ്പോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇത് ഇന്ത്യയിലോട്ട് വരില്ല. അവർക്ക് ചൈനയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഫോണായിരിക്കും. ഗൂഗിൾ പിക്സൽ 8 എന്ന് പറയുന്ന ഫോൺ അടുത്ത മാസം, അതായത് മെയ് മാസത്തിൽ ലോഞ്ച് ഉണ്ടാകും എന്നൊരു കരക്കമ്പി ഇങ്ങനെ നല്ല രീതിക്ക് പരക്കുന്നുണ്ട്. എനിവേ ഇതിൻ്റെ ലീക്ക്ഡ് ഇമേജ് കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ടെൻസർ G3 ചിപ്സെറ്റ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഒരുപാട് AI ഫീച്ചേഴ്സ്, അതായത് നമ്മളുടെ 8 Proയിലൊക്കെ കൊടുത്തിരിക്കുന്ന ആ ഒരു AI ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. 50,000 രൂപ വരെ ഇതിൻ്റെ പ്രൈസ് വന്നേക്കാം എന്നും ഒരു കരക്കമ്പി ഉണ്ട്. സോ ഗൂഗിളിൻ്റെ വില കുറഞ്ഞ ഫോണുകൾ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ 8A അടുത്ത മാസം മിക്കവാറും ലോഞ്ച് ചെയ്യും. Dimensity 6300 എന്ന് പറയുന്ന 5G ചിപ്സെറ്റ് വെച്ചുകൊണ്ട് Realme C65 എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 4GB RAM 64GB ഇൻറ്റേർണൽ മെമ്മറി വരുന്ന വേരിയൻറ്റിന് 10,500 രൂപയാണ് വില വരുന്നത്. അതുകൂടാതെ 6GB RAM 128GB ഇൻറ്റേർണൽ മെമ്മറി വരുന്ന വേരിയൻറ്റിന് 12,500 രൂപയും വില വരുന്നുണ്ട്. സോ റിയൽമിയുടെ ഈ പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകൾ വാങ്ങാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഫോണുകൾ കൂടി ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സെനൈസർ മൊമെൻറ്റം ട്രൂ വയർലെസ് 4 എന്ന് പറയുന്ന TWS സെനൈസറിൻ്റെ സൈഡിൽ നിന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ പ്രീ ഓർഡർ ആയിട്ടാണ് കിടക്കുന്നത്. ആമസോൺ മറ്റു വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ നമുക്കിത് വാങ്ങാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 19,000 രൂപയ്ക്കാണ്. അതായത് 18,999 രൂപയ്ക്കാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിവേ ഇങ്ങനൊരു TWS സെനൈസറിൻ്റെ സൈഡിൽ നിന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ടിക്ടോക്ക് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അടച്ചുപൂട്ടാനുള്ള ഫൈനൽ പേപ്പറിലും നമ്മളുടെ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ ഒപ്പിട്ട് കഴിഞ്ഞു. സോ ഇനി ടിക്ടോക്കിന്, അതായത് അവരുടെ മാതൃസ്ഥാപനമായിട്ടുള്ള ByteDance എന്ന് പറയുന്ന കമ്പനിക്ക് 9 മാസത്തെ സമയമാണുള്ളത്. ആ 9 മാസത്തിനുള്ളിൽ ചൈനയുമായിട്ടുള്ള എല്ലാ കണക്ഷനും വിട്ടുകൊണ്ട്, അതായത് ByteDance എന്ന് പറയുന്ന അവരുടെ മാതൃസ്ഥാപനത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി ഒഴിവായിക്കൊണ്ട് അമേരിക്കയിലുള്ള ഒരു കമ്പനിക്ക് ഈ ഒരു ടിക്ടോക്ക് എന്ന് പറയുന്ന സെഗ്മെൻറ്റ് വിൽക്കുക. സോ അത് മാത്രമാണ് ഇനി അമേരിക്കയിൽ തുടരാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുപോവുക. ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആളുകൾ അമേരിക്കയിലാണ്. ഇന്ത്യയിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓൾറെഡി ബാൻ ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ അമേരിക്കയും ടിക്ടോക്കിനെ ബാൻ ചെയ്തിട്ടുണ്ട്. അവരുടെ യൂസർ ഡാറ്റ കാര്യങ്ങളെല്ലാം ചൈനയിലോട്ട് കൈമാറുന്നു, കടത്തുന്നു എന്നുള്ളതൊക്കെയാണ് കാരണം പറയുന്നത്. എനിവേ ടിക്ടോക്ക് യൂസേഴ്സും പെട്ടുപോകും. അടുത്ത മാസം 2-ാം തീയതി, അതായത് മെയ് 2-ാം തീയതി വിവോ V30e എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്നത് സോണി IMX882 എന്ന് പറയുന്ന സെൻസറാണ്. സോ ക്യാമറ സെൻട്രിക് ആയിട്ടുള്ളൊരു ഫോണാണ്. സ്നാപ്ഡ്രാഗൺ 6 Gen 1ൻ്റെ പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 5500 mAh ബാറ്ററി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഏകദേശം 20,000-25,000 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത്. കർവ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിവേ 2-ാം തീയതി കൂടുതൽ ഡീറ്റെയിൽ അറിയാം. ഷവോമിയുടെ സൈഡിൽ നിന്ന് ഹാൻഡ് ഹെൽഡ് ഗാർമെൻറ്റ് സ്റ്റീമർ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ഇങ്ങനെ തേക്കുന്ന സംഭവം ഉണ്ടല്ലോ, അയൺ ചെയ്യുന്ന അയൺ ബോക്സ്, അതിന് പകരം കയ്യിൽ ഇങ്ങനെ ഒരു തോക്ക് പോലെ പിടിച്ചിട്ട് നമുക്കിങ്ങനെ തുണിയുടെ ചുളിവൊക്കെ നിവർത്താനായിട്ട് സാധിക്കും. 2,300 രൂപയ്ക്കാണ് ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലോഞ്ചിങ് ഓഫറായിട്ട് ഇപ്പോൾ സെല്ല് ചെയ്യുന്നത്. 1,300 വാട്ടിൻ്റെ പവർ വരെ ഇത് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൂടാതെ 26 സെക്കൻഡിനുള്ളിൽ നല്ലൊരു ഹീറ്റിംഗ് ലെവലിലോട്ട് ഇത് എത്തും. സോ നമ്മളുടെ ആ ഒരു ട്രഡീഷണൽ തേക്കുന്ന സംഭവം ഉണ്ടല്ലോ, തേപ്പ് വെട്ടി, അതിൻ്റെ ഒരു അവസാനമാണ് എന്ന് തോന്നുന്നു. ഇനി മറ്റ് കമ്പനികളും വരും. 1,000-1,500 രൂപയ്ക്കൊക്കെ ഇത്തരത്തിലുള്ള ഡിവൈസുകൾ കിട്ടും. സോ ഓട്ടോമാറ്റിക്കായിട്ട് ഈ തേപ്പ് പെട്ടി ഉണ്ടല്ലോ അതങ്ങോട്ട് അവസാനിക്കും. എനിവേ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഷവോമിയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. HMDയുടെ സൈഡിൽ നിന്ന് പൾസ് എന്ന് പേരിട്ടിരിക്കുന്ന സ്മാർട്ട് ഫോണുകൾ നാളെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് പറയപ്പെടുന്നു. എനിക്കതിൻ്റെ ലീക്ക്ഡ് ആയിട്ടുള്ള സ്പെക്ക് കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ അത്ര ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല. എന്തായാലും നാളെ റിലീസ് ആവട്ടെ, ബാക്കി വിശേഷങ്ങൾ നാളെ പറയാം.
ഇനി നമ്മളുടെ അവസാന ന്യൂസ്, വാട്സാപ്പിൽ ഇൻ ആപ്പ് ഡയലർ വരുന്നുണ്ടോ എന്നൊരു റൂമർ കേൾക്കുന്നുണ്ട്. അതായത് ഒരു നമ്പർ സേവ് ചെയ്യാതെ നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ ഫോണിലെ ഡയലർ യൂസ് ചെയ്തുകൊണ്ട് ഒരാളെ കോൾ ചെയ്യുന്നത്, അതേപോലെ ഇനി മുതൽ വാട്സാപ്പിലെ ഡയലർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വാട്സാപ്പ് കോൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതൊരു നല്ലൊരു അപ്ഡേഷനാണ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫീച്ചറാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിപ്പോൾ നമുക്ക് ആരെങ്കിലും വിളിക്കണം എന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് സേവ് ചെയ്യണം, അതല്ലെങ്കിൽ ചാറ്റിലേക്ക് പോകണം, അതല്ലാതെ കോൾ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഇനി അതിനൊരു പരിഹാരം ഈ ഒരു ഡയലർ വരുന്നതോട് കൂടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തെ ന്യൂസുകൾ എന്ന് പറയുന്നത്. ഇൻഫിനിക്സ് നോട്ട് 40 Pro എന്ന് പറയുന്ന ഒരു ഫോൺ കയ്യിലിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ അടുത്ത ആഴ്ച അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കാര്യം അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ അതും കൂടി കമൻ്റായിട്ട് ചോദിക്കുക. അതേപോലെ നത്തിങ് ഫോൺ 2A ആ ഒരു ഫോണിനെ കുറിച്ചും കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ അതും കമൻറ്റിൽ ഉൾപ്പെടുത്തുക. ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു റിവ്യൂ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം. എല്ലാവരും അവരവരുടെ ഹെൽത്ത് നോക്കുക, വെയിലത്തിറങ്ങുന്നത് പരമാവധി കുറയ്ക്കുക. ഇനി ഇറങ്ങിയേ പറ്റുമെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ എടുക്കുക, അതായത് ഒരു കുട കാര്യങ്ങളൊക്കെ കയ്യിൽ വെക്കുക, ചെരുപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാതെ പുറത്തിറങ്ങരുത്, ധാരാളം വെള്ളം കുടിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ.